കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 107 എപ്പിസോഡിലേക്ക് ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. ഇത്രത്തോളം അത്ഭുതകരമായി നമ്മെ നടത്തിയ ദൈവത്തിന് ഞാൻ സ്തോത്രമർപ്പിക്കുന്നു. നമ്മളിപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിലും വിശ്വസിക്കുവീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഈ വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ ദൈവമക്കളെ ഓർപ്പിച്ചതുപോലെ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ കർത്താവ് പ്രൈവറ്റായി ശിഷ്യന്മാരുമായി സമയം ചെലവഴിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ കർത്താവ് ക്രൂശ് മരണത്തിലൂടെ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുകയാണ്. ആ സംഭവത്തിന് തൊട്ടു മുൻപുള്ള സമയത്ത് വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ ശിഷ്യന്മാരുമായി കർത്താവ് പങ്കുവയ്ക്കുകയാണ്. 13 അധ്യായത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് കർത്താവ് ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴത്തിന് ഇരിക്കുന്ന സമയമാണ്. 13:31 മുതൽ 17:26 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ഫെയർവെൽ ഡിസ്കോഴ്സായി നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൽ 17 അധ്യായം കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. 13:31 മുതൽ 14:31 വരെയാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ ഡിസ്കോഴ്സ്. അത് ഞാൻ നേരത്തെ തന്നെ ദൈവമക്കളുമായി പങ്കുവച്ചിരുന്നു. ആ ടോപ്പിക്കിൽ നമ്മൾ 13 അധ്യായത്തിൻ്റെ 31 മുതൽ 14:2 വരെയുള്ള വചനങ്ങൾ ഇതിനോടകം പൂർത്തീകരിച്ചതാണ്. രണ്ടാമത്തെ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് 15:1 മുതൽ 16:33 വരെയുള്ള വേദഭാഗമാണ്. അത് ആദ്യത്തെ ഡിസ്കോഴ്സിലെ പല കാര്യങ്ങൾ കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ 17 അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് തനിക്ക് വേണ്ടി തന്നെയും പിന്നീട് ശിഷ്യന്മാർക്ക് വേണ്ടിയും അതിനുശേഷം ശിഷ്യന്മാരുടെ വചനത്താൽ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് യോഹന്നാൻ 17 നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 14 ആദ്യത്തെ 2 വാക്യങ്ങൾ നമ്മൾ ഇതിനോടകം മനസ്സിലാക്കിയതാണ്. എന്നാലും ചില കാര്യങ്ങളുടെ അതിനോട് ചേർന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിലും വിശ്വസിക്കുവീൻ. ഒന്നാമത്തെ വാക്യം. 13 അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ പല കാര്യങ്ങൾ അവരുടെ ഹൃദയത്തെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. ഹൃദയം കലങ്ങുവാൻ തുടങ്ങി. അത് മനസ്സിലാക്കിയ കർത്താവ് അവരെ
കൺസോൾ ചെയ്യുന്ന ഒരു വേദഭാഗമാണ് 14-ാം അധ്യായം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് കർത്താവ് ഒരു കൽപ്പനയായിട്ടാണ് പറയുന്നത്. അതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കർത്താവിൻ്റെ ദൈവത്വം അവിടെ വളരെ സ്പഷ്ടമായി കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. പിതാവാം ദൈവത്തോട് പാറായി കർത്താവ് തന്നെ അവിടെ കാണിക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കർത്താവിൻ്റെ കൺസേൺ നമ്മൾക്കവിടെ കാണുവാൻ കഴിയും. 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ് 21-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ഉള്ളം കലങ്ങുന്ന ആ ഒരു അനുഭവം കർത്താവിനുണ്ടായി. എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവമക്കളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നതാണ്. കർത്താവിൻ്റെ ഉള്ളം കലങ്ങുന്നത് പോലെയല്ല ഇവിടെ ശിഷ്യന്മാരുടെ ഉള്ളം കലങ്ങുന്നത്. ഇവർക്ക് പെട്ടെന്നൊരു ഇൻസെക്യൂർ ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. കർത്താവ് അവരെ വിട്ടേച്ച് പോവുകയാണ്, കർത്താവ് മരിക്കാൻ പോവുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അവർ കേട്ടപ്പോൾ എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ച അവർക്ക് പെട്ടെന്ന് പ്രയാസം ഉണ്ടായി. ആ ഇൻസെക്യൂർ ഫീലിങ്ങിൻ്റെ നടുവിൽ കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. അവരുടെ വിശ്വാസം പൊയ്പോകുന്ന ആ സമയത്ത്, വിശ്വാസത്തിൽ പതറി നിൽക്കുമ്പോൾ കർത്താവ് പറയാണ്, ട്രസ്റ്റ് ഇൻ ഗോഡ്, ട്രസ്റ്റ് ഓൾസോ ഇൻ മീ. കർത്താവ് പിന്നെയും അവരെ ഉറപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. ഈ 1-ാം വാക്യം കഴിഞ്ഞ എപ്പിസോഡിൽ ധ്യാനിച്ചപ്പോൾ ദൈവമക്കളോട് ഞാൻ പറഞ്ഞു, ലോകത്തിൽ കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ ഉള്ളം ചില അവസരങ്ങളിൽ കലങ്ങുവാൻ സാധ്യതകൾ ഒരു പക്ഷേങ്കിൽ ഉണ്ടായേക്കാം. പക്ഷേ അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ ശബ്ദം ഇതാണ്, ഹൃദയം കലങ്ങിപ്പോകരുത്. പുറത്ത് പ്രസന്ന മുഖം നമ്മൾ കാണിക്കുമ്പോൾ തന്നെ പലരുടെയും ഹൃദയം കലങ്ങുന്ന സ്ഥിതിയിലാണ്. എന്നാൽ ഹൃദയങ്ങളുടെ കലക്കത്തെ നന്നായി അറിയാമെന്ന ദൈവത്തിൻ്റെ പുത്രന് നമ്മളോട് പറയാനുള്ളത് ഹൃദയം കലങ്ങിപ്പോകരുത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ദൈവമക്കളോട് പറഞ്ഞതാണ്, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ ബെഥസ്ത കുളം കലക്കുവാനായി ഒരു ദൂതൻ ഇറങ്ങുന്ന അനുഭവം നമുക്കവിടെ വായിക്കുവാൻ കഴിയും. അതുപോലെ ഹൃദയം പലപ്പോഴും കലങ്ങുന്ന സ്ഥിതി പലരുടെയും ജീവിതത്തിൽ ഈ ലോകയാത്രയിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. ലോകത്തിലുള്ള പല ആളുകൾക്ക് നമ്മുടെ ഹൃദയത്തിനകത്തെ ചിന്തകളും ഹൃദയത്തിനകത്തെ ടെൻഷൻസ്, ഇമോഷൻസ് മനസ്സിലാകാതിരിക്കുമ്പോൾ ആന്തരികമായിട്ടുള്ള ഈ അനുഭവങ്ങളെ വളരെ നന്നായി കർത്താവിനറിയാം. അറിയാമെന്ന് മാത്രമല്ല, കർത്താവ് വചനം അയച്ച് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. അതോർത്ത് നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതാണ് ആദ്യ ഭാഗം. 2-ാം ഭാഗം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. 3-ാം ഭാഗം, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അതിൽ 1-ാം ഭാഗം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. പിതാവിൻ്റെ ഭവനം എന്നൊരു പ്രയോഗം കർത്താവിടെ ഉപയോഗിക്കുന്നു. അത് സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു പ്രയോഗമായി നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, അതായത് സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. അവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പ്രത്യേക ഇൻറ്റിമസിയാണ്. സ്വർഗത്തിൽ പിതാവ് പുത്രന്, പുത്രനിലൂടെ പിതാവിനെ അറിഞ്ഞ കർത്താവിൻ്റെ ശിഷ്യന്മാർ, ആ തമ്മിലുള്ള വളരെ ആഴമേറിയ ഇൻറ്റിമസിയും കൂട്ടായ്മയും കാണിക്കുന്ന ഒരു പ്രയോഗമായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒത്തിരി റൂംസ് അവിടെ ഉണ്ട് എന്നതിനേക്കാൾ there is room for everyone. കർത്താവിനെ അനുഗമിക്കുന്ന ലക്ഷക്കണക്കിന് വിശുദ്ധന്മാർക്ക് അവിടെ റൂം ഉണ്ട്. ഇവിടെ ഒരു പക്ഷെങ്കിൽ പലയിടത്തും വാസ്തവമായി കർത്താവിനെ പിൻപറ്റുന്നവർക്ക് തിരസ്കരണമായിരിക്കാം ലഭിക്കുന്നത്. പലരെയും വീടുകളിൽ നിന്ന് പുറത്താക്കി എന്ന് വരാം. പക്ഷേ കർത്താവ് പറയുകയാണ്, ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് ദർ ഈസ് റൂം.
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഉറപ്പിച്ച് പറയുകയാണ്. പിതാവിൻ്റെ അടുക്കലിൽ നിന്ന് വന്ന പുത്രന് ഈ വിഷയങ്ങൾ നന്നായി അറിയാം. അതുകൊണ്ടാണ് രണ്ടാം ഭാഗത്ത് പറയുന്നത്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കർത്താവ് ആരെയും ഡിസീവ് ചെയ്തിട്ടില്ല. ഈ വെളിപ്പെടുത്തൽ വേറെ ഭൂമിയിൽ ആർക്കും വെളിപ്പെടുത്താനൊട്ട് കഴിയത്തുമില്ല. ഇന്നലത്തെ നിത്യത മുതൽ പിതാവിൻ്റെ കൂടെയായിരുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് മാത്രമേ സ്വർഗത്തിലെ അനുഭവത്തെക്കുറിച്ച് പറയുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഹൃദയം ഇളകുന്ന സ്ഥിതിയിലിരിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ധൈര്യം പകരുന്നത് മെറ്റീരിയൽ ബേസ്ഡ് ഒരു കാര്യത്തിലുമല്ല. അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുന്നത് നിത്യതയിൽ ഉള്ള അവരുടെ അവകാശങ്ങളെ കർത്താവ് അവരെ ഓർപ്പിച്ചുകൊണ്ടാണ്. ഇവിടെ താൽക്കാലികമായി കർത്താവ് അവരെ വിട്ടുപോകുന്നു എങ്കിലും കർത്താവ് അവരെ ഉറപ്പിക്കുകയാണ്. നിങ്ങളിവിടെ ഇൻസെക്യൂർ ആയിട്ട് നിങ്ങൾ തീരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്ഥിരമായി താമസിക്കാൻ ഒരിടമുണ്ട്. നിങ്ങളെക്കുറിച്ച് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെയൊരു സ്ഥലമൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കർത്താവ് അതവരോട് പറയാണ്. ഇത് 14-ന്റെ 2-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. അതിൻ്റെ 3-ാം ഭാഗം, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആദ്യം കർത്താവ് പറയുന്നത് പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ആ വാക്യത്തിൻ്റെ 3-ാം ഭാഗത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഇവരുടെ ഹൃദയം ട്രബിൾഡ് ആകാൻ കാരണം കർത്താവ് പോകുന്നു എന്ന വിഷയം കേട്ടപ്പോഴാണ്. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നത് പോകുന്നത് അവർക്ക് പ്രയോജനമാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ 14-ാം അധ്യായത്തിൽ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പോകുന്നത് കൊണ്ടാണ് കർത്താവ് അവർക്ക് ആ സ്ഥലം ഒരുക്കുന്നത്. അതായത് ജൂഡസ് കർത്താവിനെ ഒറ്റിക്കൊടുത്ത് റോമാക്കാർ കർത്താവിനെ ക്രൂശിക്കും. മരിച്ച് അടക്കപ്പെട്ട് കർത്താവ് ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുകയാണ്. പിതാവിൻ്റെ ഭവനത്തിൽ പിതാവുമായിട്ടുള്ള ആ വലിയ കൂട്ടായ്മയിൽ ചെന്നെത്തുവാനുള്ള, അഥവാ കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനുള്ള വഴി കർത്താവ് ഒരുക്കി കൊടുക്കുകയാണ്. ആ അർത്ഥത്തിൽ വേണം നമ്മൾക്ക് ഈ 2-ാം വാക്യത്തിൻ്റെ 3-ാമത്തെ ഭാഗം ഗ്രഹിക്കുവാൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. സ്ഥലം അവിടെയുണ്ട്. ആ സ്ഥലത്തിലേക്കുള്ള പ്രവേശനം, ആ സ്ഥലം അനുഭവിക്കുവാൻ പിതാവുമായിട്ടുള്ള ആഴമേറിയ ഇമ്മീഡിയറ്റ് പ്രസൻസിലേക്കും കൂട്ടായ്മയിലേക്കുമുള്ള ആ സ്ഥലം ഒരുക്കുവാനായി കർത്താവ് പോകുന്നു. അപ്പോൾ പോകുന്നത് അവർക്ക് വാസ്തവത്തിൽ പ്രയോജനമാണ്. അവരുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. അവരെ എന്നേക്കുമായി വിട്ടേച്ച് കർത്താവ് പോവുകയല്ല. ജീസസ് ഇസ് കൺസേൺഡ് അബൌട്ട് ദം. ഇറ്റ് ഈസ് ഫോർ ദെയർ ബെനിഫിറ്റ്. ആ വാസസ്ഥലത്തിൽ അവരെത്തിച്ചേരുവാൻ ഇതാണ് വഴി. ഡെസ്റ്റിനേഷനിലെത്തുവാനുള്ള ഒരുക്കങ്ങളാണ് കർത്താവ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 3-ാമത്തെ വാക്യം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ വേദഭാഗം അതിന് ധാരാളം ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് 14-ാമത്തെ അധ്യായം ദൈവമക്കൾ പരിശോധിച്ചാൽ ധാരാളം ഇൻ്റർപ്രിട്ടേഷൻസ് വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. കർത്താവ്
ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും വരും എന്നുള്ള ആ പ്രയോഗമെടുത്ത് ചിലർ ചിന്തിക്കുന്നത് മരിച്ച് അടക്കപ്പെട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ വരും. വേറെ ചിലർ ചിന്തിക്കുന്നത് കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ ആത്മീകമായി ആത്മാവിനാൽ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വരും. മൂന്നാമതൊരു കൂട്ടർ ചിന്തിക്കുന്നത് ശിഷ്യന്മാർ കർത്താവിൽ ആശ്രയിക്കുന്നവർ മരിക്കുമ്പോൾ കർത്താവ് അവരെ കൊണ്ടുപോകുവാനായിട്ട് വരും. എന്നാൽ ആ വ്യാഖ്യാനങ്ങളെക്കാൾ എല്ലാം നല്ലത് ബൈബിൾ പറയുന്നു കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുന്നു. തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനായി കർത്താവ് വരുന്നു. ആ അർത്ഥത്തിലാണ് ഈ മൂന്നാമത്തെ വാക്യം നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. പരിശുദ്ധാത്മാവിനാൽ വന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് ഇരിക്കുന്നിടത്തോട്ട് കൊണ്ടുപോയി ചേർത്തില്ല. അതുപോലെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ നിലയിൽ ശിഷ്യന്മാരെ കൊണ്ടുപോയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളെക്കാൾ വളരെ ഈ കോണ്ടെക്സ്റ്റിൽ വെച്ച് ബൈബിളിൻ്റെ പൊതു പശ്ചാത്തലം വെച്ച് നമ്മളത് വ്യാഖ്യാനിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിങ്കൽ തന്നിൽ പ്രിയം വെച്ച വിശുദ്ധന്മാരെ കർത്താവ് വന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ഈ വാക്യത്തിലൂടെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. ദൈവമക്കൾ ഓർക്കുന്നുണ്ടാകും 12-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെയൊരു പ്രസ്താവന ചെയ്തിരുന്നു. അതിൻ്റെ 26-ാം വാക്യം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. 26-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യമാണ് കർത്താവിനെ സെർവ് ചെയ്യുന്ന ആളുകളെ കർത്താവ് ഇരിക്കുന്ന ഇടത്ത് അവരെ കൊണ്ട് ഇരുത്തും, പിതാവ് അവരെ ഓണർ ചെയ്യും. ഇവിടെ നമ്മൾക്ക് അതിനോട് വളരെ തുല്യമായി കിടക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇതെല്ലാം ഹൃദയം കലങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞ് എൻകറേജ് ചെയ്യുകയും കൺസോൾ ചെയ്യുകയും ചെയ്യുന്ന വാക്യങ്ങളാണ്. ഭൂമിയിൽ മരണം കൊണ്ട് അവരുടെ അവസാനം അല്ല, മരണത്തിന് അപ്പുറത്ത് ജീവിതം ഉണ്ട്. അപ്പം കർത്താവ് ആത്മീകമായ ഈ വിഷയങ്ങൾ കർത്താവ് അവരെ മനസ്സിലാക്കി അവരുടെ ഹൃദയത്തെ ബലപ്പെടുത്തുകയാണ്. മരണത്തിനപ്പുറത്ത് ജീവിതം ഉണ്ട് സഹോദരീ സഹോദരന്മാരെ. പിതാവിൻ്റെ ഭവനം ഉണ്ട്, സ്വർഗം ഉണ്ട്. സ്വർഗം എന്ന് പറയുന്ന ഒരു ലിറ്ററൽ പ്ലേസ് ഉണ്ട്, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അത് ദൈവവചനത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചില പ്രയോഗങ്ങൾ സ്വർഗത്തിലെക്കുറിച്ചുള്ളത് ദൈവമക്കളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. ഒരുപാട് ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൽ പോയി വന്നവരുടെയും നരകത്തിൽ പോയി വന്നവരുടെയും ഒക്കെ ബുക്കുകൾ എൻ്റെ കേൾവിക്കാരായ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതിനെക്കുറിച്ചൊരു കമൻ്റ് ഞാൻ ഈ തരുണത്തിൽ പറയുന്നില്ല. പക്ഷേ ആധികാരികമായ ദൈവത്തിൻ്റെ വചനമാണ്. ആരുടെയെങ്കിലും പേഴ്സണൽ അനുഭവങ്ങളല്ല. അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായോ ഉണ്ടായില്ലയോ അതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. ചിലർക്ക് അനുഭവം ഉണ്ടായിക്കാണാം, ചിലർക്ക് ഉണ്ടായി കാണുകയില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഒരു ബിസിനസ് വ്യൂ പോയിൻറ്റിൽ തന്നെ ആളുകൾ കമേഴ്ഷ്യലൈസ് ചെയ്യുന്ന അനുഭവങ്ങളും ഉണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ പ്രസിദ്ധീകരിക്കുന്ന കമ്പനികളും അങ്ങനെയുള്ള ഓഥേഴ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ബൈബിളിന് വളരെ ശക്തിയോടെ പറയാനുള്ളത് there is a literal place called heaven. 14-ാം അധ്യായത്തിൽ പിതാവിൻ്റെ ഭവനം എന്ന് വിളിക്കുന്നു. യെശയ്യാ പ്രവചനം 66-1, അപ്പോസ്തല പ്രവൃത്തികൾ 7 അതിന് 48-49 വാക്യം, മത്തായി 5 34-35 വാക്യങ്ങൾ വായിക്കുമ്പോൾ ബൈബിൾ പറയുന്നത്
സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണ്. അതുപോലെ തന്നെ മർക്കോസ് 16:19, അപ്പോസ്തല പ്രവൃത്തി 1:11, അപ്പോസ്തല പ്രവൃത്തി തന്നെ 7:55-56 വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അത് ശിഷ്യന്മാർ നേരിട്ട് കണ്ടതാണ്. കർത്താവ് തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ശിഷ്യന്മാർ കാണെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. He went up to heaven. There is a literal place called heaven. ഈ ലോകത്തിൽ നമ്മുടെ ഹൃദയം ട്രബിൾഡ് ആണെങ്കിൽ, എല്ലാവർക്കും ആ പ്രത്യാശ ഒരിക്കലും ലഭ്യമല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ ആഴമായി സ്നേഹിച്ച് കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈതൽ ഈ ലോകത്തിൽ എന്ത് വിഷയം വന്നാലും ഹൃദയം ഇളകേണ്ട കാര്യമില്ല. You have a literal place called heaven where you will spend your eternity. ഈ ലോകമെല്ലാം താൽക്കാലികമാണ്. കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. അതുപോലെ എബ്രായ ലേഖനം 11:16, 12:22 ഈ വാക്യങ്ങളിൽ സ്വർഗത്തെ നഗരം എന്ന് വിളിച്ചിട്ടുണ്ട്. 2 തിമോത്തിയോസ് 4:18 സ്വർഗീയ രാജ്യം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതങ്ങനെ വിളിക്കാൻ കാരണം ദൈവം രാജാവായി അവിടെ വാഴുന്നത് കൊണ്ടാണ്. ദാനിയേൽ 4:37, മത്തായി 11:25, അപ്പോസ്തല പ്രവൃത്തി 17:24 ഈ വാക്യങ്ങളിൽ God is king and therefore heaven is called the kingdom. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 23:43 വാക്യം, 2 കൊരിന്ത്യർ 12:4, വെളിപ്പാട് പുസ്തകം 2:7 സ്വർഗത്തെ പറുദീസ എന്ന് വിളിക്കുന്നു. കാരണം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പ്രയോഗങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കാരണം, ചില ആളുകൾ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ലിറ്ററൽ പ്ലേസ് ഒന്നുമില്ല, ഇതൊക്കെ ആളുകളിങ്ങനെ ക്ലൗഡിൽ കൂടി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ചില അനുഭവങ്ങളാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ കാരണം ചില ചിത്രങ്ങളിലൊക്കെ നമുക്കങ്ങനെ കാണാം. ഈ ഹാർപ്പോ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്തുകൊണ്ട്, ഹാർപ്പോ മറ്റ് സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ എവിടേക്കോ ഫ്ലോട്ട് ചെയ്യുക എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വെളിപ്പാടാണ് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളോട് പറയാനുള്ളത്. കലങ്ങുന്ന ആളുകളോട്, ശിഷ്യന്മാരോട് കർത്താവിന് പറയാനുള്ളത്, പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആ വാസസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് പോയി ഒരുക്കത്തിന് പോയതാണ്. ആ ഒരുക്കമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു തുറന്ന വഴിയാണ്. ആ വഴിയിലൂടെ പോകുന്നവർക്ക് പിതാവാം ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ആഴമേറിയ ബന്ധത്തിൽ പ്രവേശിക്കുവാൻ കഴിയും. സ്വർഗത്തെക്കുറിച്ച് ഒരു സൂചനയോടെ തന്നിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പൊതുവെ വിശുദ്ധന്മാരുടെ ഇടയിൽ ഉള്ള ചിന്ത മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും. അത് ശരിയാണ്, അങ്ങനെ ഒരു ലിറ്ററൽ സ്ഥലം ഉണ്ട്. ബൈബിൾ കുറച്ചുകൂടെ പഠിക്കുമ്പോൾ ഇവിടെയെല്ലാം നമുക്ക് പറയാൻ സാധ്യം അല്ല എങ്കിലും പഠിക്കാൻ താല്പര്യമുള്ള ദൈവമക്കളോട് ഒരു സൂചന തരുവാൻ താല്പര്യപ്പെടുകയാണ്. മരിച്ചു കഴിയുമ്പോൾ വിശുദ്ധൻ്റെ ആത്മാവ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഇമ്മീഡിയറ്റ് പ്രസൻസ് ഓഫ് ഗോഡിലേക്ക് ആത്മാവ് എടുക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനം അത് പഠിപ്പിക്കുന്നു. സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന ആശയം ശരിയാണ്. പക്ഷേ ആ സ്ഥലമല്ല ഇറ്റേണൽ അബോർഡ് എന്ന് ഞാൻ പറയുമ്പോൾ വേദപുസ്തകം പറയുന്നു, ദൈവം പുതിയ ആകാശവും ഭൂമിയും സൃഷ്ടിക്കും. ആ പുതിയ ഭൂമിയിൽ പുത്തനാം യെരുശലേം എന്ന് പറയുന്ന ഒരു പട്ടണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച വെളിപ്പാടുകാരനായ യോഹന്നാൻ കണ്ടത് വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
പുത്തനാം യെരൂശലേമിൽ പിതാവാം ദൈവത്തോടെ, പുത്രനായ ദൈവത്തോടെ കൂടെ ദൈവത്തിൻ്റെ മക്കൾക്കും അവിടെ നിരന്തരമായ കൂട്ടായ്മയും സന്തോഷവും അനുഭവിക്കാൻ കഴിയും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവിടെ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ ദൈവത്തോട് കൂടെയായിരിക്കുന്ന ആ അനുഭവം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. സ്വർഗമെന്ന് പുത്തനാം യെരൂശലേമിനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇതൊരു സൂചന മാത്രം ഞാൻ തന്നു എന്നതേ ഉള്ളൂ. ദൈവമക്കൾ വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. വളരെ മനോഹരമായ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് വെളിപ്പാട് കണ്ട യോഹന്നാൻ അവിടെ ആത്മാവിൽ എഴുതുന്നത്. എന്നാൽ അവിടുത്തെ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ആ സ്ട്രീറ്റിനേക്കാളോ മുത്തുകളെക്കാളോ മറ്റെന്തിനേക്കാളോ ദൈവം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സ്വർഗത്തെ സ്വർഗം എന്ന് നമ്മൾ വിളിക്കാൻ കാരണം ബിക്കോസ് ഗാഡ് ഈസ് ദെയർ. ആ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലാണ് വാസ്തവത്തിൽ സകലത്തിൻ്റെയും കൺസ്യൂമേഷനായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സൃഷ്ടിപ്പിനെ സകലതും പുതിയതായി തീർക്കുന്ന ഒരു പ്രത്യേക അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. ദൈവിക എല്ലാ കാര്യപരിപാടികളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഈ ലോകത്തിൽ ഒരുപാട് വിഷയങ്ങൾ അവരുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുവാൻ തക്കവണ്ണം കടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള ഭാവി കാല പ്രത്യാശയെ ഓർത്ത് ദൈവമക്കൾ ഉറയ്ക്കണം. അനാഥരായി നമ്മളെ വിട്ടേച്ച് പോകുന്നവനല്ല കർത്താവ്. അവിടുന്ന് ഇനി മടങ്ങി വരും നമ്മെ ചേർക്കുവാനായി. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. there will be bodily resurrection. കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോടെ ആയിരിക്കുന്നവർ രൂപാന്തരപ്പെടും. അവർക്കും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ശരീരങ്ങൾ ലഭ്യമാകും. എന്നിട്ട് പിതാവിൻ്റെ വാസസ്ഥലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവിൻ്റെ ഈ വചനങ്ങൾ നമ്മെ ഏവരെയും ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. 3-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 4-ാം വാക്യം, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. കർത്താവ് ധാരാളം പ്രാവശ്യം ശിഷ്യന്മാരോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അവർ ഗ്രഹിക്കേണ്ടിയിരുന്നു. ഡെസ്റ്റിനേഷനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരുന്നു. കർത്താവ് 7-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, യേശുവോ ഞാൻ ഇനി കുറേ നേരം നിങ്ങളോടുകൂടി ഇരിക്കുന്നു, പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. അതുപോലെ 13-ാം അധ്യായം 1-ാം വാക്യം, പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അതുപോലെ തന്നെ 3-ാം വാക്യം, പിന്നെ 13-ാം അധ്യായത്തിൻ്റെ 31 മുതൽ വായിക്കുമ്പോൾ വളരെ സ്പഷ്ടമായി കർത്താവ് ആ കാര്യങ്ങൾ ഒക്കെ അവരോട് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ സാധ്യമല്ല, പിന്നെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരും എന്നൊക്കെയുള്ള ആശയം കർത്താവ് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് 14-ാമത്തെ അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. എന്നാൽ തോമസിൻ്റെ മറുപടി 5-ാം വാക്യത്തിൽ, തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു.
ഞങ്ങൾക്ക് ഡെസ്റ്റിനേഷനെ അറിയത്തില്ല, പിന്നീടാണല്ലേ വഴി. അപ്പോൾ ഇത് ശിഷ്യന്മാരെല്ലാവർക്കും വേണ്ടിയും തോമസ് പറയുകയാണ്. അവർക്ക് ഒന്നും മനസ്സിലായില്ല. പല ആവർത്തി കർത്താവിനെ അയച്ച പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവർ കേട്ടിട്ടുണ്ട്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്നും സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുമെന്നും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമെന്നും എന്നുള്ള ആശയം പല ആവർത്തി അവർ കേട്ടവരാണ്. പക്ഷേ അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലായില്ല. അതാണ് തോമസ് തുറന്ന് കർത്താവിനോട് പറയുന്നത്, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അപ്പം ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ ഗ്രഹിക്കേണ്ടവണ്ണം ഗ്രഹിച്ചില്ല. അതുമാത്രമല്ല, വഴി അവർ മനസ്സിലായിട്ടില്ല, ഡെസ്റ്റിനേഷനും മനസ്സിലായില്ല, ഡെസ്റ്റിനേഷനിലെത്തേണ്ട വഴിയും അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ കർത്താവ് 6-ാമത്തെ വാക്യത്തിൽ യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഡെസ്റ്റിനേഷൻ പിതാവിൻ്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ്. ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴിയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ദൈവമക്കൾക്കറിയാമല്ലോ, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. അത് ജോൺസ് ഗോസ്പലിലുള്ള 7 ഞാനാകുന്നവൻ എന്നുള്ള പ്രസ്താവനയിലെ 6-ാമത്തെ പ്രസ്താവനയാണ്. യോഹന്നാൻ 6:35 ഞാനാണ് ജീവനുള്ള അപ്പം. യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യോഹന്നാൻ 10:7 ഞാനാണ് വാതിൽ. യോഹന്നാൻ 10:14 ഞാനാണ് നല്ല ഇടയൻ. യോഹന്നാൻ 11:25 ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഇവിടെ നമുക്ക് 14-ാമത്തെ അധ്യായത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. 15:1 7-ാമത്തേത് ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. ഞാനാകുന്നവൻ എന്നുള്ള പ്രസ്താവന, ഈഗോ ഐമി എന്നുള്ള ആ പ്രസ്താവന പുറപ്പാട് പുസ്തകം 3:14 നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മോശ ദൈവത്തോട് ചോദിച്ചു, അവിടുത്തെ പേരെന്താണ്? ഐ ആം ഹൂ ഐ ആം എന്ന് അവരോട് ചെന്ന് പറയുക. ആ വേദഭാഗം പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു പ്രാവശ്യം കൂടെ അത് ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വചനം. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ആ ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ പുത്രനായ യേശു ഈ ഭൂമിയിൽ എടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു കേവലം മനുഷ്യനല്ല, ഹീ ഈസ് ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ്. സാധാരണക്കാരൻ ഒരാൾ ദൈവത്തിൻ്റെ ആ നാമത്തെ എടുത്താൽ അത് ദൈവദൂഷണമാണ്. പക്ഷേ യേശു കർത്താവ് ആ നാമം എടുക്കുമ്പോൾ ഹീ ഹിംസെൽഫ് ഈസ് ഗോഡ്. യോഹന്നാൻ 1:18 പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ. ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ധാരാളം ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ദൈവവചനം സൂക്ഷ്മമായി പഠിക്കുന്ന, സത്യമറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ പഠിക്കുന്ന ഏവർക്കും കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. പിതാവ് അവരെ ഈ വചനത്താൽ കർത്താവിങ്കിലേക്ക് ആകർഷിക്കും, അതുറപ്പാണ്. വിമർശനത്തിന് വേണ്ടി ഏതെങ്കിലും മറ്റജണ്ടയോടുകൂടി ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. സത്യം എന്താണ് എന്ന് ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുന്ന ഒരു സത്യാന്വേഷിക്ക് ദൈവം തീർച്ചയായിട്ടും
തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തും എന്നുള്ളതിൽ സംശയം ഇല്ല. ജീസസ് ഈസ് ഗോഡ്. യേശു കർത്താവ് ദൈവമാണ്. ഈ യോഹന്നാൻ്റെ സ്റ്റഡികളുടെയൊക്കെ അവസാനത്തെങ്കിൽ അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ നടത്തുവാൻ എൻ്റെ ഹൃദയത്തിൽ വളരെയധികം താല്പര്യമുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നുണ്ട്. യേശു കർത്താവ് ഒരു നല്ല റബിയാണ്, നല്ലൊരു ഗുരുവാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ കർത്താവിനെ പിതാവാം ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ദുരുപദേശക്കാർ ഉണ്ട്. തിരുവെഴുത്തുകൾ അവരറിയാത്തത് കൊണ്ടാണ് ആ നിലയിൽ കാര്യങ്ങൾ പറയുന്നത്. ബൈബിളിൻ്റെ ശക്തമായ വെളിപ്പെടുത്തൽ യേശുക്രിസ്തു ദൈവമാണ്. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ത്രിയേക ദൈവമാണ്. ഒറ്റ ദൈവം, വൺ ഗോഡ്. ആ ഒരു ദൈവത്വത്തിൽ 3 ആളത്വമുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്ന ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുമ്പോൾ സാൽവേഷൻ, കർത്താവിലൂടെ ഉള്ള രക്ഷ നമ്മൾ നിഷേധിക്കുകയാണ് എന്നുള്ള വളരെ ഗൗരവമേറിയ വിഷയമുണ്ട്. മറന്നു പോകരുത്. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്. ദൈവപുത്രൻ എന്ന വാക്കുപോലും അതിൻ്റെ അർത്ഥത്തെ വളരെ വികലമാക്കി കളയുന്ന ഒരു കാലഘട്ടം ആണ് ഈ കാലഘട്ടം. അതിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒടുവിലായി ഒരു പ്രസൻറ്റേഷൻ തീർച്ചയായിട്ടും നടത്തുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്നുള്ളത് കർത്താവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഈ 7 പ്രസ്താവനകൾ അല്ലാതെ തന്നെ ഞാനാകുന്നവൻ എന്നുള്ള മറ്റ് ഉദ്ധരണികൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉണ്ട്. ഇതിനോടകം നമ്മൾ ചിലത് ശ്രദ്ധിച്ചിരുന്നു. 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ 1-ാം വാക്യവും 2-ാം വാക്യം കൂടെ ചേർത്ത് പഠിച്ചപ്പോൾ അവിടെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നമുക്ക് വളരെ തെളിഞ്ഞ് കാണുവാൻ കഴിയും. പിതാവാം ദൈവത്തോട് സമനായി പുത്രനായ യേശുവിനെ കാണുവാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം ദൈവമക്കൾ കുറേ നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുത്തുകാരനായ യോഹന്നാന് തെളിയിക്കുവാനുള്ള പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ്. ഞാൻ എത്രയോ ആവർത്തി വായിച്ച് ദൈവമക്കളെ കേൾപ്പിച്ചതാണ്. ഒരു പ്രാവശ്യം കൂടെ യോഹന്നാൻ 20:31 വാക്യം. യോഹന്നാൻ എന്ന എഴുത്തുകാരൻ ഈ 4-ാം സുവിശേഷം എഴുതുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അതാണ് എഴുത്തുകാരൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ആ ഉദ്ദേശം മിക്ക അധ്യായങ്ങളിലും യോഹന്നാൻ തെളിയിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം വളരെ കൃത്യമായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുവാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ കേൾവിക്കാരായ പ്രിയ സഹോദരി സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥനയോടെ ഈ സുവിശേഷം നിങ്ങൾ പഠിച്ചാൽ പരിശുദ്ധാത്മാവ് ഈ ദൈവവചന സത്യത്തിലൂടെ ജീസസ് ഗോഡാണ് എന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരും. കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. തോമസ് എല്ലാവർക്കും വേണ്ടി പറയുകയാണ്, ഡെസ്റ്റിനേഷൻ അറിയത്തില്ല, വഴിയും അറിയത്തില്ല. ജീസസ് പറഞ്ഞു ഡെസ്റ്റിനേഷൻ പിതാവിൻ്റെ അടുക്കൽ പോവുക എന്നുള്ളതാണ്. വഴി ഏതാണ്? ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. യേശു തന്നെയാണ് വഴി. പിതാവിൻ്റെ അടുക്കൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ യേശു എന്ന വഴിയെ, അതായത് യേശുവിൻ്റെ വചനങ്ങൾ കൃത്യമായി
മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അനുസരിക്കുകയാണെങ്കിൽ, കാരണം ആ വചനങ്ങൾ സത്യമാണ്. യേശു വഴിയാകാൻ കാരണം ഹി ഈസ് ദ ട്രൂത്ത്. അത് എന്നെയും നിങ്ങളെയും ലൈഫിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. ഹി ഈസ് ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. എന്നിട്ട് ആ 6-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. എക്സ്ക്ലൂസീവാണ്. യേശുവും ഒരു വഴി എന്ന പ്രസ്താവനയല്ല അവിടെ കാണുന്നത്. വളരെ ഉറപ്പിച്ച് കർത്താവ് പറയുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവത്തിൻ്റെ അടുക്കൽ ഒരാൾ എത്തണമെങ്കിൽ വഴി ഒറ്റ വഴിയേ ഉള്ളൂ. വളരെ എക്സ്ക്ലൂസീവാണ് സുവിശേഷം. ആ ഒറ്റ വഴി ജീസസ് ക്രൈസ്റ്റാണ്. പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്ന പുത്രനായ യേശു, അവിടുന്നാണ് സത്യം. നമ്മൾ 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ വചനമാണ് സത്യം. ആ സത്യമാണ് നമ്മളെ സ്വതന്ത്രർ ആക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 17-ാം വാക്യം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. വഴി കർത്താവ്, വഴിയാകാൻ കാരണം അവിടുന്ന് സത്യമാണ്. അവിടുത്തെ വചനം സത്യമാണ്. ആ സത്യം ഉൾക്കൊണ്ട് കർത്താവ് വെച്ച മാതൃകയിലൂടെ നടക്കുമ്പോൾ ലൈഫ്, നിത്യജീവൻ സ്വന്തമാകുകയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമമാണ്. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യം, ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തുവാണ്. വേറെ ഒരു വഴിയുമില്ല എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ. കർത്താവിനെ സ്നേഹിച്ച് രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്ന ദൈവമക്കളുടെ പ്രത്യാശ ഈ ലോകം കൊണ്ട് തീരുന്നതല്ല. ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതം ഉണ്ട്. കർത്താവ് വന്ന് പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ആ നിരന്തരമായ കൂട്ടായ്മയാണ് ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ. സ്വർഗമുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ട്. ഇതൊക്കെ ദൈവവചനത്തിലെ സത്യങ്ങളാണ്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ 15-ാം അധ്യായത്തിൽ പുനരുത്ഥാനത്തെക്കുറിച്ച് പൗലോസ് കൊരിന്തുകാരെ പഠിപ്പിക്കുമ്പോൾ 19-ാം വാക്യം, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നിങ്ങളുടെ പ്രത്യാശ എവിടെയാണ് നിങ്ങൾ വച്ചിരിക്കുന്നത്? ലോകത്തിൽ ട്രബിൾസ് ഉണ്ട്. ഹൃദയം കലക്കത്തക്കവണ്ണമുള്ള അന്തരീക്ഷങ്ങൾ വന്നുവെന്ന് വരാം. കലങ്ങാതെ ഹൃദയത്തെ സൂക്ഷിക്കണമെങ്കിൽ വചനത്തിലൂടെ ലഭ്യമാകുന്ന വിശ്വാസത്താലാണ്. അത് മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലല്ല. ഈ കാണുന്ന സകല മെറ്റീരിയൽ കാര്യങ്ങളും അഴിഞ്ഞു പോകുന്നതാണ്. ഞാൻ നിങ്ങൾ ഓടിക്കുന്ന വാഹനം, വീട്, ജോലി, ബാങ്ക് ഡിപ്പോസിറ്റ്സ്, എവ്രിതിങ്, ഇതെല്ലാം നൈമിഷിക നേരം കൊണ്ട് ഇതെല്ലാം തീരുന്നതാണ്. ഇതെല്ലാം താൽക്കാലികമാണ്. ഓൾ വാട്ട് യു സീ ഇസ് ടെമ്പററി. നിത്യമായതുണ്ട്. ആ നിത്യമായ ഇടത്ത് പിതാവാം ദൈവത്തോടു കൂടെ നിത്യത മുഴുവനും പുത്തനാം യെരൂശലേമിൽ പാർക്കണമെങ്കിൽ ദി ഓൺലി വേ ഈസ് ജീസസ് ക്രൈസ്റ്റ്. ആ വെളിപ്പാടിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ്
എല്ലാവരെയും കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒറ്റയാൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ ഈ വചനങ്ങൾ കേൾക്കുന്ന ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ സ്വന്തമാക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് അങ്ങനെ ഒരു ഡിസിഷൻ എടുപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തെങ്കിൽ സ്വന്തമായിട്ടായിരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷകനുമായി നിങ്ങൾ സ്വീകരിച്ച് കർത്താവിൻ്റെ ഒരു ഉത്തമ പൈതലായി വചനമനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. മരണത്തിനപ്പുറത്ത് ജീവിതമുണ്ട്. ചിലർ വഞ്ചിക്കപ്പെട്ടതുപോലെ സ്വർഗമെന്ന് പറയുന്ന സ്ഥലമില്ല, മരണം കൊണ്ടെല്ലാം തീരുകയാണ് എന്നൊക്കെയുള്ള മൗഢ്യമായ ചിന്ത നിങ്ങളെ ഭരിക്കരുത്. ദൈവവചനം പഠിക്കുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ വചനങ്ങൾ നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വഴിയും സത്യവും ജീവനുമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഉള്ള രക്ഷ സ്വന്തമാക്കി പിതാവിൻ്റെ അടുക്കൽ എത്തുവാനുള്ള വലിയ ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് നിർത്തുന്നു. മേ ഗോഡ് ബ്ലെസ് us.